ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു കുഞ്ഞു വിശേഷത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളിലേക്കൊക്കെ പോവാമല്ലേ. ഇത് ഞായറാഴ്ചത്തെ വിശേഷമാണ് കാണിക്കുന്നത് കേട്ടോ. 2-3 ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് തീരെ എടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു വീഡിയോ ആയിട്ട് വരാതിരുന്നത്. ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഓരോ ദിവസം ഇടവിട്ട് എന്നും വീഡിയോ ചെയ്യണം, ഓരോ ദിവസം ഇടവിട്ട് കറക്റ്റായിട്ട് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഇങ്ങനെ പറ്റിയിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ എന്തായാലും ഓരോ വീഡിയോ ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്ത ദിവസം വരികയാണെങ്കിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 വീഡിയോ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ഒരുവിധമൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലാണ് കുറച്ചൊരു പ്രശ്നമുള്ളത് കേട്ടോ. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലൊന്നും കുഴപ്പമില്ല. ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റുകളൊക്കെ തന്നെ കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ എന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അതിനൊരു പ്രത്യേകത ഉണ്ടായിരിക്കും. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലതും ഉണ്ടാക്കും. അങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാക്കില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള ഒരു അവസരങ്ങളിലൊക്കെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും കിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഒരു ദിവസം അപ്പൂസിന് സ്കൂളുണ്ടായിരുന്നു, വെള്ളിയാഴ്ച. അന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ കേട്ടോ. അതൊക്കെ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടാക്കുന്ന കാര്യത്തിലല്ല കുഴപ്പം, ക്ലീൻ ചെയ്യുന്ന കാര്യത്തിലാണ് കുറച്ചൊരു പ്രശ്നം ഉള്ളത്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു 2 ദിവസം അങ്ങനെ അങ്ങോട്ട് കടന്നു പോയി. പിന്നെ ഞാൻ എണീറ്റിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് കുറച്ചൊരു ക്ലീനിങ് പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നീട്ടി വയ്ക്കാവുന്ന പണികളൊക്കെ നീട്ടി വെച്ചിട്ടുണ്ട്. എന്നാലും ഒരുവിധം എല്ലാതും തീർത്തു എന്ന് തന്നെ പറയാം. അപ്പോൾ ഏതായാലും രാവിലെ ഞാൻ ഇങ്ങോട്ട് ഇവിടേക്ക് ഒന്ന് ഒതുക്കി വെച്ചിട്ട് തുടച്ചെടുത്തിട്ടൊക്കെയാണ് രാവിലത്തത് തുടങ്ങുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പണികളൊന്നും തീർക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ഇന്നൊരു കല്യാണം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ കാര്യവും ഉണ്ടാക്കണ്ട കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലത്തത് മാത്രം റെഡിയാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മളെ ഗ്യാസിൽ റെഗുലേറ്ററിന് കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടായിരുന്നു. നമ്മളത് തുറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഗ്യാസ് ലീക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നലെ പോയി. അപ്പോൾ ആ പോയൊരു ടൈമിലാണ് അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് അറിഞ്ഞത്. പക്ഷെ പേപ്പർ നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിൽ കൂടി നമ്മൾ ഈ ഒരു റെഗുലേറ്റർ കൊണ്ടുപോയി, ഗ്യാസിൻ്റെ ബുക്കും കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും വേറെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. മറ്റത് ഒരു ടെൻഷനായിരുന്നേ. നമ്മൾ തിരിക്കുന്നത് എന്തെങ്കിലും ഒരു തിരിക്കുന്നതിനൊരു രീതിയുണ്ട്. ആ ഒരു രീതിയിൽ നിന്ന് അത് മാറിയിട്ടുണ്ട് എങ്കിൽ അപ്പോൾ അത് ലീക്കാവും കേട്ടോ. ഏതായാലും ഇപ്പം അത് റെഡിയാക്കി. ആ ഒരു കാര്യത്തിൽ ആശ്വാസം ഉണ്ട് കേട്ടോ. പിന്നെ മനുവിന് അമ്പലത്തിൽ പോകാനുണ്ട്. അതുകൊണ്ട് ക്ലാസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവന് കുളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആവുന്നുണ്ട്. അല്ലെങ്കിലും അവൻ കുളിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാറും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കേട്ടോ. സ്കൂള് ഉള്ള ദിവസമാണെങ്കിലും ഇല്ലാത്ത ദിവസമാണെങ്കിലും അവന് രാവിലെ കുളിക്കാറുണ്ട് കേട്ടോ. എന്നിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ അപ്പൂസിൻ്റെത് അങ്ങനെയല്ല കേട്ടോ. അപ്പൂസിൻ്റെത് നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച്, നമ്മളുടെ ടൈമിനനുസരിച്ചൊക്കെയാണ് അപ്പൂസിൻ്റെത് കുളി കേട്ടോ. സ്കൂളുള്ള ദിവസം പിന്നെ എന്തായാലും നോർമലായിട്ട് നമുക്ക് അങ്ങനെ ഒരു ചിട്ടയിൽ പോകണം. അല്ലാത്ത ദിവസത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേഗം സാധാരണ
അടിച്ചു വാരണതൊക്കെ ഓരോ കഥയാണ് കേട്ടോ. നമ്മൾ ഓരോ ടൈം അറേഞ്ച്മെൻറ്റിലാണ് ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ അതേ വേഗം ചായയൊക്കെ റെഡിയാക്കിയതിന് ശേഷം വേഗം അടിച്ചു വാരാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. മഴയും കാര്യങ്ങൾക്കൊക്കെ ഇടയ്ക്കൊരു ദിവസം നല്ല വെളിച്ചം കിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇന്നലെ കംപ്ലീറ്റ് തുണികളൊക്കെ അലക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടും എന്നുള്ളത് അറിയാം. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അവിടെ കിടന്നുണങ്ങിയാൽ വേഗം തന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതാ മനു കുളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊക്കെ അടിച്ചതിന് ശേഷം പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പോയതിന് ശേഷം അടിച്ചു വാരരുത് എന്നുള്ളത് അപ്പം തന്നെ കേട്ടോ. ആരെങ്കിലും വീട്ടിൽ നിന്ന് പോയതിന് ശേഷം അപ്പം തന്നെ നമ്മൾ അടിച്ചു വാരാൻ നിൽക്കരുത് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോകാൻ നേരത്തൊന്നും എന്തായാലും പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ചൂലും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങാറൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടോ അല്ലെങ്കിൽ അത് ആലോചിച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പം ഞാൻ ഈ വോയിസ് എഡിറ്റ് ചെയ്യുന്ന ഒരു ടൈമിൽ എനിക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനങ്ങനെ ഒരു കാര്യം കേട്ടു. പക്ഷേ ഇവിടെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയല്ല എന്നുള്ളത് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ 2-3 ദിവസമായിട്ട് കളേഴ്സ് ഡേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൂസിൻ്റെ പനിയൊക്കെ ഏതായാലും കുറഞ്ഞു കേട്ടോ. എനിക്കിങ്ങനെ വാട്സപ്പിൽ വരാറുണ്ട് കേട്ടോ. അപ്പൂസിൻ്റെ പനിയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടൊക്കെ എന്നോട് ചോദിക്കാറും പറയാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏതായാലും സുഖമായിട്ടുണ്ട്. നോക്കട്ടെ. അങ്ങനെ നമ്മൾ പിന്നെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല വെയിലും കാര്യങ്ങളും പിന്നെ വേറെ അടുക്കളയിൽ അകത്ത് പണികളൊന്നും ഇല്ലാത്തൊരു സമയമായപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൂസും കൂടെ ഉണ്ട്. വെയിലും വെളിച്ചമൊക്കെ വന്നപ്പോൾ ഞാൻ അവനെയും കൂടെ കൊണ്ടിറങ്ങിയതാണ് കേട്ടോ. അവൻ എന്നോട് TV വെക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം വേണ്ട നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ആ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അവന് TVയും കാര്യങ്ങളൊന്നും വേണ്ട. അകത്തിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ TV വെക്കാനൊക്കെ പറയുള്ളൂ കേട്ടോ. മഴയ്ക്കാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തത്. പിന്നെ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി പോവുമൊന്നുമില്ല. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്ക് പോകാറുള്ളൂ കേട്ടോ. മുറ്റത്തേക്കാണെങ്കിൽ കൂടി ഒറ്റയ്ക്ക് ഇറങ്ങി പോവാറില്ല, വിടാറില്ല കേട്ടോ. അത് തന്നെയാണ് കാര്യം. ഒന്ന് തേങ്ങ വീഴുന്നതും കാര്യങ്ങളും പിന്നെ മുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ വീടിൻ്റെ ചുറ്റുഭാഗത്തും നമ്മൾ തെങ്ങാണ്. അപ്പോൾ തേങ്ങ ഇടാൻ ആൾ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ അങ്ങനെ വീഴുന്നുണ്ട്, മട്ടലും വീഴുന്നുണ്ട്. പിന്നെ തേങ്ങ മാത്രം നല്ലതല്ല, നമ്മുടെ അച്ചിങ്ങ ഇല്ലേ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വീഴാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് അങ്ങനെ ഇറക്കാത്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്, ആരെങ്കിലും ഇറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവനും കൂടെ ഇറങ്ങും. ആ ഒരു സമയത്ത് ഇറങ്ങാറുള്ളൂ. അപ്പോൾ ഞാനിത് പുല്ലൊക്കെ ഒന്ന് പറിച്ചെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഏകദേശം മനു വരാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവൻ വരുന്ന ആ ഒരു ടൈമും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും അപ്പൂസും ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ അവന് കുറച്ചൊക്കെ സഹകരിച്ച് നിൽക്കും കേട്ടോ. എന്നോട് ഞാൻ ആദ്യം പറയും വീഡിയോ എടുക്കുകയാണ് എന്നുള്ളത്. പിന്നെ ചിലപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും പതുക്കെ ഇങ്ങനെ ചോദിക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ അങ്ങനെ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നോട് വന്നിട്ട് അവൻ എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് വന്ന് ചോദിച്ചത് എന്താ വെച്ചാൽ അവനും പുല്ല് പറിച്ചോട്ടെ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവന് വീഡിയോ ഓണാക്കിയതുകൊണ്ട് പതുക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചതായിരുന്നു കേട്ടോ അവനും പുല്ല് പറിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ അവന് ഗ്ലൗസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഇവിടെ ഗ്ലൗസ് തിരഞ്ഞു നോക്കി, കാണാനുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിവിടെ ഇറയിൽ വെക്കും കേട്ടോ, ഓടിൻ്റെ ഇറയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഗ്ലൗസ്. പുല്ല് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും അവൻ അത് ചോദിച്ചു നോക്കിയപ്പോൾ കണ്ടതില്ല കേട്ടോ. പിന്നെ ഏതായാലും അവനങ്ങനെ പറിച്ചെടുക്കുന്നൊക്കെ ഉണ്ട് കുറച്ച്. ഇതിപ്പോൾ തീരൊന്നുമില്ല കേട്ടോ, എന്നാലും നമുക്കുള്ളൊരു മൂഡിനനുസരിച്ച് അങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ചൊക്കെ ഞാനൊന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ പുല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് 2-3 ദിവസമൊക്കെ തന്നെ മഴ ഇങ്ങനെ അടുപ്പിച്ച് പെയ്യുകയാണെന്നുണ്ടെങ്കിലും അടിച്ചു വാരാനോ മുറ്റത്തേക്ക് ഇറങ്ങുമോ ഒന്നും
പറ്റില്ലല്ലോ. ഇനി പറ്റുകയാണെങ്കിൽ തന്നെ മഴയുടെ ഇടയ്ക്ക് വന്നിട്ട് നമ്മൾ അടിച്ചു വരണതല്ലേ, അപ്പോൾ പിന്നെ പുല്ല് പറിക്കാനോ ഒന്നും പറ്റില്ല. പെട്ടെന്നൊരു രീതിയിൽ അങ്ങോട്ട് അടിച്ചു വാരി പോവുകയല്ലേ ചെയ്യണേ. അപ്പോൾ പിന്നെ ദേ ഇവിടെ ഇങ്ങനെ കാണിക്കാനൊക്കെ പറയാറുണ്ടല്ലോ ഒരുപാട് കൂട്ടുകാർ. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് ഒന്ന് കാണിച്ച് തന്നിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എനിക്കൊരു വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കാണാത്ത സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നി. ഇതെനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നതല്ല. അപ്പോൾ എനിക്ക് അത്ര എന്താ പറയുക, വലിയൊരു എന്താ പറയുക, നല്ല ഭംഗിയുള്ള സ്ഥലം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ചിലപ്പോൾ കാണുന്നവർക്ക് അങ്ങനെ ആയിരിക്കില്ല. നമ്മളെ വീഡിയോ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ അല്ലാത്ത സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരിക്കുമല്ലോ. പിന്നെ ഇവിടെ മൊത്തത്തിലൊരു കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു ആളും ബഹളവും ഇല്ല, പിന്നെ എന്നാലും അടുത്ത ആളുണ്ടേനും, റോഡും ഉണ്ട്. അങ്ങനത്തെ ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പ്രൈവസി കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. തൊട്ടടുത്ത് അങ്ങനെ വീടുകളോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം പ്രൈവസിയൊക്കെ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. മുറ്റത്തേക്ക് ഇറങ്ങിയാലും നമ്മുടെ തൊടിയിലേക്ക് ഇറങ്ങിയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് കാണിച്ച് തന്നിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് തന്നെ റോഡും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ എല്ലാ സൗകര്യങ്ങളും ഇങ്ങനെ കാണാം. അത്ര ദൂരെയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അതേ പുല്ലൊക്കെ ഒന്ന് പറിച്ചെടുത്തു. അപ്പോഴേക്കും നല്ല വെയിലിന് നല്ല ചൂടുണ്ട് കേട്ടോ. മഴയുടെ ഇടയ്ക്ക് വന്ന വെയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ട്. അപ്പോൾ ഈ വെയിലത്ത് നിൽക്കാൻ വയ്യ. അപ്പോൾ ഞാൻ വേഗം പുല്ല് പറിക്കുന്നതൊക്കെ നിർത്തിയിട്ട് ഒക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. വെയിലൊന്ന് തണിയണ ആ ഒരു ടൈമിൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനി. പിന്നെ അതേ ഞങ്ങൾ റെഡിയായി. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊക്കെ എത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതേ ഞങ്ങൾ വീടിൻ്റെ പാടം കഴിഞ്ഞത് റോഡ് അവിടെ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു റോഡല്ലേ, ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ദൂരം ഇവിടെ തന്നെയാണ് കേട്ടോ ഓഡിറ്റോറിയം. അപ്പോൾ അതേ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇത്ര നേരം കണ്ട് സപ്പോർട്ട് ചെയ്തല്ല എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു.